ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ റൂട്ടീനാണ്. എല്ലാവരും മുഴുവനായി കണ്ടോക്കി. മുമ്പ് കമൻറ്റിൽ വായിച്ചിട്ടുണ്ടായിന് ഫുൾ ഡേ റൂട്ടീൻ ചെയ്യോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മുഴുവനായി കണ്ടോക്കി. രാവിലെ തന്നെ നമ്മൾ കുറച്ച് ചായ റെഡി ആക്കിയിട്ടുണ്ട്, കുട്ടികൾക്കുള്ള ഫുഡും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരോരോന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ എണീക്കുമ്പം തന്നെ 11:30 ആയി കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ പോലെ 5:30 മുതൽ 5:30 വരെ നമുക്ക് ഓരോരോ ജോലികളായിരിക്കും. കുട്ടികളെ സ്കൂൾ വിടാനും അവിടുന്ന് കൊണ്ടുവരാനും ലഞ്ചും ഡിന്നറും ഒക്കെ റെഡിയാക്കി എടുക്കാനും, എന്നാലും എല്ലാത്തിനും ഓരോരോ ഇതേക്കാരം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലൊന്നും നമുക്ക് ഇത്ര ഉറങ്ങാനായിട്ടൊരു സുവർണാവസരം കിട്ടിയതല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഉറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 11:30 മണിയായപ്പോൾ നമ്മൾ എണീറ്റിട്ടുണ്ട്, ഫുഡെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുകയാണെങ്കിൽ കൂന്തളാണ് കേട്ടോ. കൂന്തൾ മീൻ എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കലുള്ളതെന്ന് പറഞ്ഞുതരാം. സവാള കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് ബാച്ചിലേഴ്സ് ഉണ്ട് റിയാദിൽ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിന് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസുകളൊക്കെ റെഡിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാടൻ റെസിപ്പി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാനും റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ക്യൂമിൻ സീഡിൻ്റെ വലിയ ജീരകല്ലേ അതാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്രേവി ഈ ഒരു കൂന്തൾ മീനിൽ തന്നെ ഉണ്ടാവും. ഇത് കഴുകി ക്ലീനാക്കി വെച്ചിട്ട് തന്നെ ഉണ്ടാവും. കുറച്ച് വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഒട്ടും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ തക്കാളിപ്പഴത്തിൽ സവാളയിൽ ഒക്കെ വെള്ളം ഉണ്ട് കേട്ടോ. ഒക്കെ ഇറങ്ങി വരും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ച് വെക്കുക, നന്നായിട്ട് വേവിക്കുക വെച്ചാൽ കൂന്തളിന് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് അതായിരിക്കും കേട്ടോ. ഇത് ഫ്രൈ ചെയ്താൽ എന്തായാലും ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചു. അതുകൊണ്ടിട്ട് ഇത് ഫ്രൈ ചെയ്യൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ റെഡിയാക്കൽ ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കലാണ് കേട്ടോ. അത്രയാണിത്. പിന്നെ നമുക്ക് ഫൈനലി ഇത് കുക്കായി വരുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഫൈനൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൊക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബത്തിയിൽ നിന്ന് കുറച്ച് ബാച്ചിലേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് മെസ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമല്ല അയില അങ്ങനത്തെ ഐറ്റംസുള്ള മീനുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ നാടൻ ഫിഷ് കറി വെച്ചാൽ ഫിഷ് ഗ്രേവി കറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളെ ഫാമിലി കുഞ്ഞിപ്പൊക്കെ നമ്മളെ കാണാനായിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ടായി കേട്ടോ. ഗസ്റ്റ് ഉണ്ട്, നമുക്കിന്ന് 1-2 ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളിവിടുത്തെ. അപ്പോൾ അവർക്കുള്ള കോഫിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വന്നപ്പോൾ നമുക്ക് ഗ്രീൻ ആപ്പിളും ഇതുപോലത്തെ ഷമാമ് ഫ്രൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം തീർന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ ഗസ്റ്റൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ റൂമിലൊരു ചെറിയൊരു പരിപാടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു.
നമ്മളെ ഇക്കമാരെയും കുട്ടികളെയൊക്കെ കാണാനായിട്ട് പാപ്പ അമ്മ എല്ലാവരും കാണാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആ ഒരു നാട്ടിലത്തെ ചിന്തയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലൊരു പാട്ട് ഒക്കെ പാടി ഒന്ന് റിലാക്സ് ചെയ്യാൻ കേട്ടോ. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോകും ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളെ മൈൻഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ അവിടെയും ഇക്കമാരൊക്കെ അവിടെയല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ പാട്ടൊക്കെ പാടിയപ്പോൾ കൊല്ലിയിലുള്ള വെള്ളമൊക്കെ വറ്റിയിരിക്കണ്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോയിക്കാണ്ട് ഒരു ജ്യൂസ് റെഡിയാക്കാൻ എഴുതിയിട്ട് ഷമാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞിപ്പാക്ക കൊണ്ടുവന്നിട്ടുള്ള ഷമാമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു ജ്യൂസ് റെഡിയാക്കാൻ എഴുതി എല്ലാവർക്കും നമ്മളൊരു ജ്യൂസൊക്കെ റെഡിയാക്കി മാഷാ അല്ലാ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ എന്താ പറയുക സിർസല കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ എഴുതിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മളെ സെറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് പൂമോളും നമ്മളെ പൂവിത്തിയാണ് കേട്ടോ. ഓലാണ് നമുക്ക് മയക്ക കാര്യങ്ങളൊക്കെ ഓലാണ് ഇതിൻ്റെ എന്താ പറയുക പ്രോഗ്രാമിൻ്റെ ആൾക്കാർ ഓലാണ് കേട്ടോ. ഓലാണ് ഇപ്പോൾ ഇത് സെറ്റാക്കിയത്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പാടിയത് ഞങ്ങളാണെങ്കിലും ഒക്കെ റെഡിയാക്കിയത് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എസ്എസ്എൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകണ കുറച്ച് കാര്യങ്ങൾ അരീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോക്ക്. മുഴുവനായൊന്നും കണ്ടിട്ടില്ല, രാത്രിയിലല്ലാതെ പകലാണ് കേട്ടോ അവിടെ കാണാനൊക്കെ ഫോട്ടോയിലൊക്കെ റെഡിയാവുക. കാര്യം പകൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ടിട്ടൊരു വൈക്കാകും. അതുകൊണ്ടിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ പോകാൻ എഴുതിയിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്ക് ഒരു ഗസ്റ്റും കൂടി നമ്മളെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മളെ ഫാമിലി. അപ്പോൾ ഇതാണ് കേട്ടോ നെയ്റമോളാണിത്. നെയ്റമോളും ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ ഓലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ഒരു 10 മിനിറ്റോളം നമ്മളിതുപോലെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിനി കേട്ടോ. 2 കേട്ടോ. അപ്പോൾ ഞാൻ റിതുവിനെയും റൈസൂനെയും കൂടി ഇങ്ങനെ അതുപോലെ കുറച്ച് നേരം പഠിപ്പിച്ചിട്ടുണ്ടായിനി കേട്ടോ. ഇല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകേണ്ടതാണ്. ടീച്ചർമാരെ നമുക്ക് കാണേണ്ടി വരും. കറക്റ്റ് നമ്മൾ ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ നമ്മൾ സിർസല കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ മരുഭൂമി ഓത്താ മരുഭൂമിയൊക്കെ കാണാനായിട്ടും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ടും പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിന് ഹെൽവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഞാനിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ലെങ്ത്തും കൂടും, എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ് നമ്മൾ. മാഷാ അല്ലാ നല്ല റിയാദിൽ ഉള്ള ഓരോരോ സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു പാർക്കിലും കയറിയിട്ടുണ്ടായിന്. അധികം നേരം ഒന്നും അവിടെ ഒന്നും ഇരുന്നിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ പോന്നിട്ടുണ്ടായി. കുറച്ച് ഇരുട്ടായിട്ടുണ്ടായി. ഇരുട്ട് ടൈമിൽ ഇരുട്ടായിച്ചാൽ മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രാത്രിയിലാണ് ഇവിടെ പുറത്തിറങ്ങുക മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല എന്താ അവിടെ പറയാമെന്ന് അറിയില്ല. നമ്മൾ ഈ എസ്എസ്സിലൊക്കെ ബുക്കിലൊക്കെ വായിച്ചിട്ടും പഠിച്ചിട്ടില്ലേ അങ്ങനത്തെയൊക്കെ ഒരു ശില്പങ്ങൾ പോലത്തെ ഒരു ശിലായുഗം എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. മാഷാ അല്ലാ നല്ല വൈബ് കിട്ടും അവിടെയൊക്കെ കാണാൻ. ഒരു എന്താ പറയുക ഏകാന്ത ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ മുമ്പുള്ള കാലത്ത് ഉള്ളൊരു വീടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്ഥലം ഇങ്ങനെ ഇതുപോലെ വീട് രൂപത്തിലാക്കി മാറ്റിയതാണ് കേട്ടത്. ഒരു മുൻപിൽ 2-3 ഡോറ് ഒരു ജനൽ ഒക്കെ ഉള്ള ഇതുപോലത്തെ ഒരു വീടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു ഭാഗത്ത്
ഇതൊരു ഒഴിഞ്ഞൊരു സ്ഥലം തന്നെയാണ്, അധികം മരങ്ങളൊന്നുമില്ല. നമ്മൾ കാണാൻ വേണ്ടിക്ക് പോക്ക് മസ്റയില്ലേ, പിന്നെ തോട്ടങ്ങളാണ് കേട്ടോ. ഈ തപ്പനത്തോട്ടങ്ങളും ഓറഞ്ച് പിന്നെ ലെമണില്ലേ കുറച്ച് വലിയ സൈസുള്ള അതൊക്കെയാണ് കേട്ടോ നമ്മൾ കാണാൻ പോണ തോട്ടങ്ങളാണ്. പിന്നെ രാത്രിയിലായപ്പോൾ അധികം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാര്യം കാണാനൊരു ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പോണ പോക്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മസ്റയാണ്. ഈ തപ്പനക്കൊലകൾ ഇങ്ങനെ ഇപ്പോൾ സീസൺ അല്ല കേട്ടോ, ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പഴുക്കണ ഒരു ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നന്നായിട്ട് പഴുത്ത് വരുന്നൊരു ടൈമാണ്. പിന്നെ ഞാൻ ഇതുപോലൊരു തോട്ടത്തിൽ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നമ്മളെ സൺഫ്ലവർ ഇല്ലേ, സൂര്യകാന്തി, അതിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ, അതാണ്. പിന്നെ ഇതൊക്കെ ഫുള്ള് ഒരുപാട് തോട്ടങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ ഈത്തപ്പഴൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ ഓറഞ്ചൊന്നും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അധികം ഇതിലില്ല കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സീസണല്ല ഓറഞ്ച്, നാരങ്ങ അതുപോലത്തേൻ്റെ ഒന്നും, അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ചിൻ്റെ മരം തന്നെ കാണൂല എന്നാട്ടോ പറഞ്ഞത്. പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുട്ടികളെ സൗണ്ടൊക്കെ കേൾക്കുണ്ടാവും, മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ കണ്ട്, കുറച്ച് പാർക്കിൽ കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ടുണ്ടായി കേട്ടോ. ഇവിടെ തന്നെ ഒരു പാർക്കുണ്ട്, ഈ പാർക്കിൽ കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ട് അധികം ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും ഇങ്ങനെ എല്ലാവരും ഇരിക്കണ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ ഇരിക്കൂലേ, അതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു ടൈം പാസിന് വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ചൊന്നും പാർക്ക് എന്നൊന്നും പറയാനില്ല, കുറച്ച് കിഡ്സിനുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ട്. ഈ സ്ഥലം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹെൽവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ. അവിടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടായിനി, അവരൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ അയച്ചിട്ടുണ്ടായിനി. ഇതാണ് കേട്ടോ ഓറഞ്ചിൻ്റെ, നമുക്ക് ഇവിടെ സൗദിയിൽ കിട്ടുന്ന ഓറഞ്ചിൻ്റെ ഒരു മരമാണ് കേട്ടത്, ഈ ഓറഞ്ച് മരമാണിത്. നല്ല ഇതിൻ്റെ ഒരു ലീഫിന് തന്നെ പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ആ പള്ളിയിലെ ഈ തോട്ടത്തിൻ്റെ ഈ മസ്റേൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. അത് അവിടുത്തെ ഐറ്റംസൊക്കെ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പോകുന്ന ടൈമിലൊന്നും ആൾക്കാരൊന്നുമില്ല, അധികം ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. ഫിക്സ് പിന്നെ ഈ അത്തിപ്പഴമല്ലേ, ഈത്തപ്പഴം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ കേട്ടോ, അല്ല അതൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ബാങ്കാണ് കേട്ടത്, അൽ റാജി ബാങ്ക് എന്നാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇതുപോലത്തെ കടകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ പുറത്തൊന്നും അധികം ആൾക്കാർ ഒന്നും കാണാനില്ല, കാര്യം സെല ടൈം ആയതുകൊണ്ട് അതുകൊണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ പള്ളിയിലൊക്കെ കയറി നിസ്കരിച്ചു, പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഫുൾ ഡേ റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കാം, ചോദിച്ചവർക്കും ഹാപ്പി ആയി വിചാരിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അള്ളാ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. Thank you.